കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ ആടിനെ പേപ്പട്ടിയാക്കി ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാമെന്ന് പോലീസ് അവരുടെ അങ്ങനെ അംഗീകരിക്കുന്ന നാടാണോ കേരളം? അവർ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. മോഹൻലാൽ അഭിനയിച്ച സിനിമകളുണ്ടായിരുന്നു. ഒറ്റക്കാര്യം ഈ സിനിമ സെൻസർഷിപ്പിലൂടെ പോയതല്ലേ? ആ സെൻസർഷിപ്പ് നടത്തിയത് ലോകം ആരും അറിയാമായിരുന്നു. ആ സെൻസർഷിപ്പ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ പട്ടികയിലുണ്ടെങ്കിൽ ഈ ലോകം ഇത് ചർച്ച ചെയ്യുമായിരുന്നു, അറിയുമായിരുന്നു. ഇവര് സിനിമ അതുപോലെ മാത്രമല്ല, സെൻസർഷിപ്പിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാക്കന്മാരാണല്ലോ സെൻസർഷിപ്പ്. അവര് കേരള സ്റ്റോറിക്കന്മാരും കാശ്മീർ ഫയൽക്കാന്മാരും എമർജൻസി കോഡുകളുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവർ അനുവാദം കൊടുക്കുന്ന സിനിമയാണെങ്കിൽ കഴിഞ്ഞാൽ ആ സിനിമയിലെ സംവിധായകരെ, എഴുത്തുകാരനെ, തിരക്കഥാകൃത്തിനെയും നടന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്കം വെച്ച് ഭീഷണിപ്പെടുത്തി ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിക്കളയാന്ന് പറഞ്ഞത് ഇവർക്കറിയാത്തതെന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ വെട്ടിക്കളയുന്ന ഭാഗങ്ങളായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക. അത് തെരഞ്ഞു പിടിക്കുവാൻ ആളുണ്ടാവും നാട്ടിൽ. ഈ വെട്ടിക്കളയുന്ന ഭാഗങ്ങൾ അത് തെരഞ്ഞെടുക്കുന്ന ആളുകളുടെ യാത്ര അതവർക്കറിയാത്തതാണ്. ഇത് ജനാധിപത്യ രാജ്യവും അതിനെ ഒറ്റയടിക്ക് ED-യെയും CBI-യെയും അതുപോലെ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചെല്ലാം കൂടുതൽ വരാൻ വെച്ചാൽ നടക്കുന്നതാണ്. അത് മനസ്സിലാക്കും. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ മാത്രമല്ല, ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കും. സിനിമ കാണുന്നവരെല്ലാവർക്കും കാണത്തെ കുറിച്ചുമാണ് ഗെയിമിലാണ് ഗോത്ര സംഭവത്തെക്കുറിച്ച് ആവിഷ്കരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് എത്ര സിനിമകൾ അറിയിക്കുന്നു. അവരെ ആ മോശം ചിത്രീകരിച്ചുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ നിങ്ങളെടുത്തായിട്ട് കണ്ടു. പാകിസ്ഥാനെതിരായിട്ട് ശക്തമായ ആക്രമണം നിങ്ങളുടെ ഐലാൻഡ് പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ നടത്തുന്ന ജിഹാദുകൾ ഈ പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാവരുമാണ് ഈ പടത്തിൽ രസമായിരിക്കും. അങ്ങനെ പാകിസ്ഥാൻ മുർദാബാദെന്നും ഹിന്ദുസ്ഥാൻ മുർദാബാദെന്നും വിളിപ്പിച്ച അതേ ആളുകളെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനെ ദേശസ്നേഹമുണ്ട്. അപ്പം ദേശസ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ വിമർശിക്കുന്നത് മാത്രമാണ് ഇതിനൊക്കെ അത് നടക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന ചോദ്യം എന്തുകൊണ്ടാണ് இந்த സെൻസർ ബോർഡിനെ കൂടാനുള്ളത്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന BJP കൂടാനുള്ളത്? ഇവിടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് പ്രവർത്തിക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ സെൻസറിന് പോകും. സെൻസർഷിപ്പ് അനുമതി കൊടുത്താൽ നിയമം കൊടുക്കും. കരുണാകരനൊക്കെ എന്ത് മോശമാണ് ആ സിനിമകൾ ഓടിക്കും. സിനിമയായിട്ട് കാണാൻ ആദ്യം അത് സിനിമയായിട്ട് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് തങ്ങളുടെ അജണ്ട വെളിച്ചത്ത് വരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ്. അവിടെയാണ് നാശം. ഞാൻ ഇത് മാത്രം പറയാം. ഇത് മാത്രം വിഷയം പറഞ്ഞു. വേറെ അങ്ങനെ അതല്ല ഞാൻ നാളെ പറയും.